നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ളൊരു മൂവ്മെൻ്റായിട്ട് മാറി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. ഇത് ഈ സമരം അവരുദ്ദേശിക്കുന്നിടത്ത് എത്തിക്കാതെ ഈ യുവാക്കൾ അവസാനിപ്പിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയം സാധാരണഗതിയിൽ നിരീക്ഷിക്കാത്ത അതേക്കുറിച്ച് പ്രതികരിക്കാത്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു തോന്നലുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നത് പോലെ ഇവർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചത് അങ്ങനെ നടക്കില്ല എന്ന് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ 20 മുതൽ അല്ലെങ്കിൽ 18 16 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള ഈ ചെറുപ്പക്കാരെ എത്രമാത്രം ഭയപ്പെടുത്തുന്ന വിധത്തിൽ നേരിടാമോ അത്ര ഭയപ്പെടുന്ന വിധത്തിൽ അവർ നേരിട്ടു. പെല്ലറ്റുകൾ വെച്ച് അവർക്ക് നേരെ വെടിവെച്ചു. ഒരാളുടെ കണ്ണു പോകാറായി. 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തല്ലി താഴെ വീഴ്ത്തി മരണാവസ്ഥയിലാക്കിയിട്ട് കടത്തിയിരിക്കുകയാണ്. എത്രയോ ആളുകളെ വല്ലാത്തോത് ഹിംസിച്ചു, അടിച്ചു, വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി. പെൺകുട്ടികളെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് കുത്തുന്ന അടക്കമുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഈ പോലീസുകാർ, ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ച ഈ പോലീസുകാർ ചെയ്തു. പോലീസുകാരല്ലാത്ത ആളുകളും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വലിയൊരു പ്രദേശത്ത് അപ്പാടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട വിഷ്വൽസിലുള്ളത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടാകണം. 110 വീഡിയോ ദൃശ്യങ്ങൾ ഈ പോലീസ് ഈ കുട്ടികളെ തല്ലുന്നതിൻ്റെ ആ ഭാഗമായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ അഭിഭാഷകർ പറഞ്ഞത്, ഈ സമരക്കാരുടെ അഭിഭാഷകർ. അപ്പം നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത 20 വയസ്സ് മാത്രം ഈ പ്രായമുള്ള ശരീരങ്ങൾക്ക് മേൽ ഈ ഗുണ്ട കരുത്തുള്ള ഈ പോലീസുകാർ അവരുടെ സന്നാഹങ്ങളുമായിട്ട് കാട്ടിക്കൂട്ടാവുന്നെല്ലാം കാട്ടിക്കൂട്ടി. അതിന് നല്ല അനുവാദം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡൽഹി പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഈ മൻ കി ബാത്തും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലുള്ള കാര്യങ്ങളും ഈ എല്ലാ ദിവസവും കുട്ടികളെ ഈ പ്രചോദിപ്പിക്കുന്ന മോട്ടിവേഷണൽ സംസാരമൊക്കെ നടന്ന നമ്മുടെ പ്രധാനമന്ത്രി വന്ധ്യവയോധികനായ നരേന്ദ്രമോദി ഇത്രയും ദിവസത്തിന് ശേഷവും ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഹിംസിക്കാവുന്നത്രയും അവഗണിക്കാവുന്നത്രയും അതിൻ്റെ എക്സ്ട്രീമായ രീതിയിൽ അവർ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ഒരു സർക്കാരിന് പോകാനാകില്ല എന്നൊരു ഉറപ്പാണ്. അപ്പോൾ ഇനിയൊന്നും ഭയപ്പെടാനില്ല. അത് അവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴും ആളുകൾ വരികയാണ്. ഇവർ വിചാരിച്ചത് ഇങ്ങനെ അടിച്ചാൽ ഇനിയുള്ള ആളുകൾ വരില്ല എന്നാണ് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവരടിച്ചതിന് ശേഷവും ആളുകൾ അങ്ങോട്ടേക്ക് വണ്ടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവർ ചില സിനിമാ നടന്മാരൊക്കെ പ്രതിഷേധിച്ചപ്പോൾ അവരെ ഉടനടി ആക്രമിക്കാൻ നിന്നു. ഇപ്പോൾ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കാലത്തും നമ്മൾ ഒരു രാഷ്ട്രീയ പ്രശ്നം പ്രതികരിച്ച് കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി വന്നിട്ടൊരു പ്രതികരണം നടത്തിയപ്പോൾ ഈ പറയുന്ന അവർക്ക് നേരെ വല്ലാത്തോതിൽ ആക്രമിച്ച് നിശബ്ദരാക്കാൻ ഇവരുടെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു. എന്ന് വെച്ചാൽ പുറത്ത് പ്രതികരിക്കുന്ന ആളുകളെ സൈബർ അറ്റാക്കിലൂടെയും മറ്റും, പിന്നെ അവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ ലാത്തി ചാർജ് കൊണ്ടും പെല്ലറ്റ് ഉപയോഗം കൊണ്ടും ഭയപ്പെടുത്താമെന്ന പരിപാടി പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എനിക്കൊന്ന് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ട് അവിടെ. जिसके लिए गांधी जी शहीद हुए, जिसके लिए तमाम लोग शहीद हुए, और गांधी जी जैसे तमाम किसान हैं जिन्होंने इस देश की आजादी की लड़ाई लड़ी, और आज हम इसी देश में अपने ही बच्चों को मार रहे हैं. आज हम इसी देश में वो लोकतंत्र खत्म करने जा रहे हैं जिसके लिए ये लोग लड़े, जिसके लिए ये लोग शहीद हुए, जिसके लिए ये लोग शहीद होते हैं, जो ये वर्दी पहने हैं, जो आपकी सरहद पे खड़े रहते हैं. किस लिए? ताकि इनके बच्चों को पीटा जाए. क्यों? क्योंकि अपने एग्जाम्स के लिए अपनी परीक्षा में पेपर लीक हो रहा है, उसके लिए वो अपना अधिकार मांग रहे हैं कि न्याय मांग. इस्तीफे तक ये मुहिम जारी रहेगी. शिक्षा मंत्री के इस्तीफे तक ये मुहिम जारी रहेगी. आपको लगता പ്രിയങ്ക ഗാന്ധി തന്നെ വളരെ ഷാർപ്പായിട്ടാണല്ലോ സംസാരിക്കുന്നത് അല്ലേ? രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇന്നലെ വന്ന് അദ്ദേഹത്തെ വലിച്ചിഴിച്ച് കൊണ്ടുപോയതിനു ശേഷവും അദ്ദേഹം സമരമായിട്ട് ഇപ്പോൾ MP മാരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് വലിയ സമരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ പ്രതിഷേധവും അടിയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തല്ലും കൊടുത്തപ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും സമരത്തിലേക്ക് വരികയാണ്. സിനിമാക്കാരെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മമ്മൂട്ടിയും മഞ്ജു വാര്യരും കേരളത്തിൽ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട, പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ കൂടുതലായിട്ട് വരിക ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന വൈകാതെ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ ഒരുപക്ഷെ അവിടെ ഇല്ലാത്ത മട്ടിലാണെങ്കിലും ഒരു പ്രതികരണം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ MP മാരെയും കൂടെ നോക്കൂ. ശരിക്കും അവർ ഈ പറയുന്ന സമരത്തിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. അവരുടേതായിട്ടുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടുള്ള സമരം അവർ വേറെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും പറയാതെ വേറെ എവിടെയോ രാജ്യത്ത് പോയിട്ട് ജീവിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും നാട്ടിലേക്ക് വരികയും
ഉടനടി അവിടെ ഒരു യോഗം നടന്നപ്പോൾ ഇത് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് ചാടി ആ സമരസ്ഥലത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ MP മാരെല്ലാവരും വന്നിട്ട് അവിടെ നിന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് MA ബേബി അവിടെ പോവുകയും ആദ്യത്തെ ദിവസം പോലീസിനാൽ തള്ളിമാറ്റപ്പെടുകയും ചെയ്തിരുന്നു. അത് പിന്നെ അന്നങ്ങനെ വലിയ വാർത്തയൊന്നും ആയില്ല. SFIക്കാരും ഐസക്കാരും AISക്കാരും ഒക്കെ ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KSUക്കാർ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പോസ്റ്റർ പോലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ കാര്യമല്ല എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും അവിടേക്ക് ഇപ്പോൾ വന്നു. ഇപ്പോൾ കോൺഗ്രസിന് അതിൻ്റെ കാരണമുണ്ട് കേട്ടോ. കാരണം ആം ആദ്മി പാർട്ടിയെ പോലെ CJPയും തങ്ങൾക്ക് ബദലായിട്ട് തങ്ങളുടെ വോട്ട് മാന്തുന്ന ഒരു ടീമായിട്ട് മാറുമോ എന്ന ഭയമായിരിക്കണം ഒരുപക്ഷെ അവരെ CJP എന്ന പേര് പോലും പറയാതിരിക്കാൻ രാഹുൽ ഗാന്ധി ഇത്രയും ദിവസം ശ്രമിച്ചതിന് കാരണം. എന്തായാലും ഇതിന് കാര്യം ഇതാണ്. സമരം ഇത് വിജയിക്കാതെ അടങ്ങാത്ത ഇതുവരെ ഈ 10-12 വർഷക്കാലത്തെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തില്ലാത്തത്രക്ക് ശക്തിയായ ഒരു സമരമായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ സമരത്തെ അങ്ങനെ അടിച്ചമർത്തുക എളുപ്പമല്ല. അതിലൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഇത് പാകിസ്ഥാൻ ഫണ്ടഡ് സമരമാണ് എന്നോ അല്ലെങ്കിൽ ഇവർക്ക് മുന്നിൽ അർബൻ നക്സൽസ് ആണ് എന്നോ ഒന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാൻ, ഇതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം അതാ മുസ്ലിങ്ങളാണ് കേട്ടോ സമരം നടന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദി ബെൽറ്റിലെ ആളുകളിൽ ഏതോ തരത്തിലൊരു സ്വീകാര്യത ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾക്ക് BJPയുടെ വാദങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ അർബൻ നക്സൽസ് ആണ് കേട്ടോ, അയ്യോ നമ്മുടെ കുട്ടികളെ അർബൻ നക്സൽസിൻ്റെ അടുത്ത് പോകണ്ട, അപ്പോൾ ഈ സമരം തെറ്റായിരിക്കും എന്ന് വിശ്വസിപ്പിക്കാൻ ഈ നോർത്ത് ബെൽറ്റിലെ ആളുകളെ എന്ന് വെച്ചാൽ പ്രധാനമായും വോട്ട് ചെയ്യുന്ന മനുഷ്യരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ ഈ BJPക്കും കേന്ദ്ര സർക്കാരിനും സാധിക്കുമായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആളുകൾ ഇന്ന ആളുകളാണ് കേട്ടോ എന്ന് കുറ്റം പറയാൻ പറ്റാത്ത വിധം ഇവരുടെ എല്ലാം വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ്. BJPയുടെയും RSSൻ്റെയും വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ്. അവിടെ പോയി നിന്നാൽ ഈ ഈ പറയുന്ന പോലെ എൻ്റെ മകനാണല്ലോ അത് എന്ന് സ്വയം തിരിച്ചറിയാവുന്ന, എൻ്റെ മകൻ്റെ പ്രശ്നമാണല്ലോ എൻ്റെ മകളുടെ പ്രശ്നമാണല്ലോ എന്ന് തിരിച്ചറിയാവുന്ന ഒരു സംഭവമായിട്ട് ഇതെല്ലാവരുടെയുമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെ തടയുക എളുപ്പമല്ല. അതാണ് നമ്മൾ ആ നിലക്ക് കാണുന്നത്. ഇപ്പോൾ അവിടെ ഒരാൾ സാക്ഷി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇപ്പോൾ മരണാസന്നയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ വർഗീസ് K. ജോർജ് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം ശരിയാവണ്ണം കുറേയേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വളരെ പ്രാധാന്യമേറിയതായിട്ട് തോന്നി. ഒന്ന്, ഈ വാട്സപ്പിലൂടെ വന്ന BJP സർക്കാർ എന്ന് വെച്ചാൽ വാട്സപ്പാണ് BJPയുടെ രാഷ്ട്രീയത്തെ രാജ്യത്ത് ഇത്രമാൽ ശക്തിമത്തായ ഒരു സംഗതിയെ ആക്കി മാറ്റിയത്. വാട്സപ്പ് വഴിയുള്ള അവരുടെ പ്രചാരണങ്ങളും വാട്സപ്പ് ജനറേഷനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ അതിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സാധാരണ സംഗതിയല്ല എന്ന് ഇപ്പോൾ പ്രതിപക്ഷവും നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും എന്ന പോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് ഇക്കാര്യത്തെക്കുറിച്ച് അല്ലാതെ ഒരു പരാമർശം നടത്തിയെങ്കിലും ഇതേക്കാൾ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ CJPയുടെ സമരത്തെക്കുറിച്ച് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യ മാത്രമല്ല ലോകം തന്നെയും കണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സമരമായിട്ട് ഇത് മാറും. ഈ സമരം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നോ ഈ സമരം കൊണ്ട് കേന്ദ്ര സർക്കാർ അപ്പാടെ അട്ടിമറിഞ്ഞ് വീഴുമെന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ സമരം കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. മാറാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും ഈ സമരം കൊണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ.